ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SMK മാജിക്കൽ റെസിപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മിൻറ്റ് സീസണിങ്ങിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മൾ 1 kg പുതിനയില മിൻറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാം, നല്ല ഒരു തോർത്തോ അല്ലെങ്കിൽ ക്ലോത്തോ വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം. ഇനി നമുക്കിത് ഡ്രൈ ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട് ഇത് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 6-7 സ്റ്റെം വെച്ചിട്ട് എന്ത് ചെയ്യാം, തണ്ടുകൾ വെച്ചിട്ട് മാറ്റിയിട്ട് ഓരോ ബഞ്ചാക്കി മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതൊരു വലനൂല് അല്ലെങ്കിൽ നമ്മൾ സ്പിന്നിങ് നൂലോ ഏത് നൂലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ നൂല് വെച്ചിട്ട് അതൊന്ന് ടൈ ചെയ്തെടുക്കാം. ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൊട്ടരുത്. അപ്പോൾ തയ്ക്കുന്ന നൂല് നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് കെട്ടിയെടുക്കാം. ഇപ്പോൾ 7 എണ്ണം വെച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ കണ്ടില്ലേ നമ്മൾ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6-7 തണ്ടെടുക്കുക. എന്നിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒരു നൂല് വെച്ചിട്ടത് കെട്ടുക. നന്നായിട്ട് കെട്ടണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ്. തൂക്കിയിടാന്ന് വെച്ചാൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല മുറുക്കെ തന്നെ കെട്ടും. ചിലപ്പോൾ നൂല് പൊട്ടും. അപ്പോൾ സൂക്ഷിച്ച് കെട്ടുക. ഓക്കെ. ഇപ്പോൾ നമ്മുടെ എല്ലാ മിൻറ്റുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഹാങ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഓക്കെ. ഇനി നമുക്ക് ടൈ ചെയ്ത് വെച്ചിട്ടുള്ള മിൻറ്റുകൾ ഓരോന്നായിട്ട് ഓരോ കെട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഹാങ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നല്ല സൺലൈറ്റ് വരുന്ന ഏരിയ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു റോപ്പ് പിടിച്ച് കെട്ടുക. എന്നിട്ട് ഇതുപോലെ ഓരോ തണ്ടുകളും നമ്മൾ കെട്ടി വെച്ചിട്ടുള്ള ഓരോ തണ്ടുകളും ഇങ്ങനെ എടുത്തിട്ട് ഹാങ് ചെയ്ത് വെക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായിട്ട് സൺലൈറ്റൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 to 7 days ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ മിൻറ്റ് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു 7 days കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മിൻറ്റ് എങ്ങനെ ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ ഒരു ലീവ് എടുത്തിട്ട് ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് കൈ കൊണ്ടൊന്ന് മുരിപ്പിച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒന്ന് പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അരോമ അതിൻ്റെ സ്മെല്ല് നന്നായിട്ട് എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്ത് വരും. അപ്പോൾ കണ്ടില്ലേ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഇത് നമുക്ക് ലീവ്സുകൾ ഇതിൻ്റെ ഓരോ ലീവ്സും ഇങ്ങനെ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എടുത്തു വെക്കാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ലീവ്സ് ഓരോന്ന് മാറ്റിയതിന് ശേഷം ഇത് എന്ത് ചെയ്യുക, പൊടിച്ചെടുക്കാനും സാധിക്കും. ഇതെങ്ങനെയാണ് അതിൻ്റെ ലീവ്സ് മാറ്റുന്നത്, ഇതിൻ്റെ ഇലകൾ എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ പുതിനയുടെ ഇലകൾ എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളത് വീഡിയോ കണ്ട് കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഇലകളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തണ്ടുകളൊന്നുമില്ല, ലീവ്സ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എന്ത് ചെയ്യാം, പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിക്കാനായിട്ടൊരു ബ്ലെൻഡർ എടുത്തതിന് ശേഷം നമുക്ക് ലീവ്സ് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ ഫുൾ ലീവ്സ് എടുക്കുന്നില്ല, പകുതി എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ബ്ലെൻഡിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ നല്ല ഫൈൻ പൗഡറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കിത് ഫൈൻ പൗഡറായിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ ഫൈൻ പൗഡറായിട്ട് മിക്സ് ചെയ്യുക. അതല്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒറിഗാനൊക്കെ പോലെ അങ്ങനെ നിങ്ങൾക്ക് ക്രഷ് ചെയ്യാം. അപ്പോൾ നമുക്കിനി പൊടിച്ചെടുത്തിട്ടുള്ള പൗഡർ എയർ ടൈറ്റ് ജാറിലേക്ക് മാറ്റാം. മാത്രമല്ല നിങ്ങൾക്കൊരു ഹോട്ട് വെതറിലാണെന്നുണ്ടെങ്കിൽ ഒരു 3 to 4 months ഒക്കെ നമുക്കിത് കീപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ പൗഡർ എന്തിനൊക്കെയാണ് ഹെൽപ്ഫുൾ ആവുന്നതെന്ന് വെച്ചാൽ ബാർബിക്ക് മാരിനേറ്റ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ മിൻറ്റ് ചിക്കൻ ചെയ്യുമ്പോൾ, ഹരിയാലി ചിക്കൻ ചെയ്യുമ്പോൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാരിനേറ്റ് ചെയ്യാനും കുക്കിങ്ങുകൾക്കും അത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മിൻറ്റ് ടീ, സുലൈമാനിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, ബ്ലാക്ക് ടീ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് അതിൻ്റെ മുകളിൽ പൗഡർ കോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പിന്നെയും സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മപ്പെടുത്തുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.